ഇന്ന് നിത്യലക്ഷ്മിയുടെ ചെതുമ്പലുകൾ. വളരെ മനോഹരമായ 9 കഥകൾ. പുസ്തകത്തിൻ്റെ പേര് തന്നെ ചെതുമ്പലുകൾ എന്നാണ്. മത്സ്യങ്ങളെപ്പോലെ നമ്മൾക്കും ചെതുമ്പലുകളുണ്ട്. ശരീരത്തിന് പുറമെ ചേർന്ന് പറ്റിപ്പിടിച്ച് ഇതാണ് നമ്മളെന്ന് മറ്റുള്ളവരെ പറ്റിക്കുന്ന, എന്നാൽ ഇതല്ലാത്ത നമ്മളെ ഉള്ളിലൊതുക്കുന്ന ചെതുമ്പലുകളുണ്ട്. അതുപോലെ ഒരുപാട് ജീവിതത്തിൻ്റെ പച്ചയായ നേർക്കാഴ്ചകളുടെ ചെതുമ്പലുകൾ ഉരിഞ്ഞെടുത്ത 9 കഥകൾ. നാം നിത്യേന കാണുന്ന ഒരുപാട് വാർത്തകളിലും ജീവിതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പേരുകളും കഥകളുമൊക്കെ നിങ്ങൾക്ക് കാണാനാകും. അതെല്ലാം വളരെ മനോഹരമായി യാതൊരു അതിശയോക്തിയും കൂടാതെ നമ്മുടെ മുന്നിലേക്ക് എഴുതി നീട്ടുന്നുണ്ട് നിത്യലക്ഷ്മി. ചെതുമ്പലുകളില്ലാത്ത ഞാൻ, ചുമരുകൾ, മോചനം, സാക്ഷ്യം, പരപ്പ്, തിരയും കരയും, കീഴടക്കൽ, ഇച്ഛയിൽ, 2 കാക്കകൾ എന്നിങ്ങനെ 9 കഥകൾ, 9 ജീവിതങ്ങൾ. നിത്യയുടെ കഥകൾക്ക് മനോഹരമായ ഒരു അവതരണ ശൈലിയുണ്ട്. എല്ലാ കഥകളുടെയും മൊത്തമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു 4 വരി കവിത എല്ലാ കഥകളുടെയും തുടക്കത്തിലുണ്ട്. ചുമരുകൾ എന്ന കഥയുടെ തുടക്കത്തിലെ ഈ 4 വരി കവിത കേൾക്കുക. കഷ്ടകാലത്തിൻ്റെ നടുവിൽ നിൽക്കെ ഇഷ്ടമില്ലാത്ത ഒരാൾ കൂടെ നിന്ന് ഇഷ്ടമുള്ളവയിലൊക്കെയും ഒപ്പിട്ട് കഷ്ടമാക്കുന്നതിലേറെയുമുണ്ടോ കഷ്ടകാലത്തിൻ്റെ ഉച്ചതകൾ. തുടക്കത്തിലെ ഈ 4 വരി കവിത വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒന്നും തോന്നണമെന്നില്ല. എന്നാൽ പിന്നീട് അതിനുശേഷമുള്ള കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കഥയുടെ മൊത്തം വ്യാപ്തി ഉൾക്കൊള്ളുന്നവയാണ് ഈ 4 വരികളെന്ന്. വളരെയധികം പുരോഗതി പ്രാപിച്ചൊരു സമൂഹമാണ് കേരളീയർ എന്ന് നാം പറയാറുണ്ടെങ്കിലും നമ്മൾ കൈവെക്കാത്ത ചില മേഖലകളുണ്ട്. പ്രധാനമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതം പറയുന്നിടത്ത് നമ്മൾ ഈ നൂറ്റാണ്ടിൽ കാൽവെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അവരുടെ ജീവിതം, കാഴ്ചപ്പാടുകൾ, അവരുടെ പ്രണയം, ഇതെല്ലാം തുറന്നെഴുതാൻ നമുക്കിപ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ കലാകാരന്മാരിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും ചെറിയ മടിയുണ്ട്. ആ ഒരു വേലിക്കെട്ടിനെ വളരെ നിസ്സാരമായി നിത്യലക്ഷ്മി പൊളിച്ചെറിയുന്നുണ്ട്. ചെതുമ്പലുകൾ എന്ന പുസ്തകത്തിലെ 2 കഥകളിൽ അവർ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ 3 ലിംഗക്കാരുടെ കഥ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് സാക്ഷ്യം എന്ന കഥയാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട്, അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അയാൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാമായിരുന്നില്ലേ, അയാൾക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാമായിരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ചില ജീവിതങ്ങൾ കേൾക്കുമ്പോൾ, ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരാറില്ലേ. അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടിയേ ഉള്ളൂ. നമ്മൾ അവരുടെ കാൽപാദങ്ങളിൽ ജീവിച്ചിട്ടില്ല. അവരനുഭവിച്ചതൊന്നും നമുക്കറിയില്ല. അവരുടെ ജീവിത സംഘർഷങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ഇതൊന്നും നമുക്കറിവുള്ളതല്ല. അതിലേക്കൊക്കെ തുറന്നു പിടിച്ചൊരു കണ്ണാടിയാണ് സാക്ഷ്യം എന്ന കഥ. 2 മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരമ്മ, എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സ്വന്തം മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങളും ഈ കഥയിൽ തന്നെയുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ മനസ്സിനെ ഒരുപാട് നീറ്റിയ ഒരു കഥയാണ് ഇച്ഛേയി. നിത്യ മേരിയമ്മയുടെ കഥ പറഞ്ഞു തീരുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ ശോഷിച്ച ഒരു സ്ത്രീയുടെ, നിസ്സഹായായ സ്ത്രീയുടെ ഇച്ഛേയി എന്നുള്ളൊരു വിളി നമ്മുടെയൊക്കെ കാതിൽ വന്ന് പതിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ മനോഹരമായ ചെതുമ്പലുകളുടെ ഏച്ചുകെട്ടലൊന്നുമില്ലാത്ത പച്ചയായ ശരീരവും ജീവിതവും കാണിക്കുന്ന 9 കഥകൾ, 9 കഥകളുടെ സമാഹാരം. അതാണ് നിത്യലക്ഷ്മിയുടെ ചെതുമ്പലുകൾ.